ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇക്ക് വന്ന ശേഷം മോന് ഓണ വെക്കേഷൻ ആയിരുന്നല്ലോ, ആ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നിട്ടുണ്ട്. തുറന്ന ദിവസത്തെ തുറന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ മോനെ സ്കൂൾ പറഞ്ഞയക്കലും അതുപോലെ ഞങ്ങളുടെ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞ ടൈമിൽ കുറച്ച് പണികളൊക്കെ വീട് 4 പേരുള്ള കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്രാവശ്യം വന്നിട്ട് കംപ്ലീറ്റ് ആക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പണികളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. പണിക്കാർ വരുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം, അങ്ങനെ കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി മുട്ടക്കറിയാണ്. പത്തിരി ഞാൻ എഴുന്നേറ്റ് ഉടനെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ 4:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ പത്തിരിയാണ് റെഡിയാക്കി വെച്ചത്. കാരണം പത്തിരിക്ക് കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉടനെ പത്തിരി റെഡിയാക്കി വെച്ചു. പത്തിരി റെഡിയാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ചായക്കും ചോറിനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല ചൂടായപ്പോൾ അതിലോട്ട് ചായപ്പൊടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ തിളച്ചപ്പോൾ ചായയുടെ വെള്ളം ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറിന് വെള്ളം ചൂടായപ്പോൾ അതിലോട്ട് അരി കഴുകിയിട്ടിട്ടുണ്ട്. ഇനി മുട്ടക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കി എടുക്കണം. അതിനുള്ള പരിപാടിയിലാണ്. ഉമ്മുള്ള ടൈമിൽ ഞാൻ 5 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേക്കാറ്. ഉമ്മയും ഞാനും കൂടെ ആകുമ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ പണികളൊക്കെ ഒരുങ്ങാറുണ്ട്. ഇപ്പോൾ ഉമ്മ പോയപ്പോൾ ഞാനും ഇക്കയും കുട്ടികളെല്ലാം ഉള്ളൂ. അപ്പോൾ ഒക്കെ എഴുന്നേറ്റ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും. അടുക്കളത്തെ പണി മൊത്തം ഞാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കുറച്ച് നേരത്തെ നോക്കിയാലാണ് ഉച്ചക്കുള്ള ലഞ്ചിനുള്ളതൊക്കെ അവന് കൊടുത്തുവിടാൻ കറക്റ്റ് ടൈമിൽ പറ്റുള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോൾ ബസ് വരുമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ തോലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ 6 മണിയൊക്കെ ആയപ്പോൾ ചോറൊക്കെ റെഡിയായിട്ട് ഞാനവിടെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുടിക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പുറത്ത് മുട്ടക്കറിക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിലോട്ട് വെല്ലുള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ കുറച്ച് കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കാക്കും കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിയിലോട്ട് വെല്ലുള്ളിയൊക്കെ വാടിയ ശേഷം തക്കാളിയും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ അരച്ച ജാറിലോട്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടക്കറിയിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. മുട്ടക്കറിയാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. മുട്ട ഞാൻ പൊരിച്ചിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞെക്ക് എഴുന്നേറ്റിട്ട് മേടിച്ചിട്ട് വരണം. എന്നിട്ട് വേണം പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ മോന് പുഴുങ്ങിയ മുട്ടേനേക്കാൾ ഇഷ്ടം പൊരിച്ച മുട്ടയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൊരിച്ചിട്ടിടുന്നത്. അപ്പോൾ നമ്മുടെ കോഴിമുട്ടയൊക്കെ അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒക്കെ എഴുന്നേറ്റ് കോഴിമുട്ടയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ പത്തിരികൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുട്ട പൊരിച്ചതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കറിയിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഒക്കെ 6 മണിക്ക് കോഴിമുട്ടയൊക്കെ വാങ്ങിക്കൊടുന്ന ശേഷം പിന്നെ ഒന്ന് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എഴുന്നേറ്റ് ബാത്റൂം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു ഇക്ക പപ്പ കുളിപ്പിച്ച് തന്നാൽ മതി, ബ്രഷ് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഇക്കാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ മോന് പപ്പനെ വിളിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മോൾ ഉറങ്ങിയാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവളെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾ ലേറ്റ് കണ്ടിട്ട് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവളെ ആട്ടി കൊടുത്തു. അപ്പോൾ മോനും ഇക്കൊക്കെ ഫ്രഷായി ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. മോൾ എഴുന്നേറ്റിട്ടില്ല, മോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടി കഴിഞ്ഞിട്ട് വേണം ഇക്കാക്ക് മോനെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ. ഇന്ന് മോനെ കൊണ്ടാക്കാൻ ഞാനും പോകണുണ്ട് കേട്ടോ. പണിക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എത്തണം. അപ്പോൾ ഞാനും മോനും ഇക്കമ്പാടാണ് ഇന്ന് പോണത് മോളെയും കൊണ്ട്. മോൾക്ക് ചെറുതായിട്ട് പനിയുണ്ട്. അപ്പോൾ അവളെ ഡോക്ടറെ കാണിക്കാനാണ് പോണത്. അപ്പോൾ ഇവനെ സ്കൂളിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ.
ഇന്ന് പണിക്കാരൊക്കെ ഉള്ളത് കാരണം ഒരു 10 മണിയൊക്കെ ആവും ഡോക്ടർ വരാൻ. 10 മണി കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചിട്ട് വേഗം വരണം വെച്ചിട്ടാണ്. പണിക്കാർ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും. അപ്പോൾ ഞങ്ങൾ ചായയോടെയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് മോളെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 8:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴേക്കും പണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മോനെ നേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം ഡോക്ടറെ അടുത്ത് പോകാൻ. അപ്പോൾ ഞങ്ങൾ പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും വരാം, അവരുടെ അടുത്ത് പണി തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള മതിൽ കെട്ടലാണ് കേട്ടോ എന്നുള്ള പണി. അപ്പോൾ അത് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ മോനെ സ്കൂളിലാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഡോക്ടർ 10 മണിയൊക്കെ ആവട്ടെ വരാൻ. അപ്പോൾ ഒറ്റപ്പാലത്തോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോള് കരഞ്ഞപ്പോൾ ഇക്ക മോളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഡോക്ടറൊക്കെ കാണല് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ പോയി. അപ്പോൾ പണിക്കാർ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്കുള്ള ചായ കൊടുക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊടുക്കണം, വൈകുന്നേരത്തെ ചായ. ഉച്ചക്കുള്ള ഫുഡ് അവർ വീട്ടിൽ പോയി കഴിക്കുക ചെയ്യാം. അപ്പോൾ രാവിലേക്കുള്ള ഫുഡ് മാത്രമേ ഞങ്ങൾ കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ വന്ന പണി തന്നെ അവർക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അവർക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉച്ചക്കുള്ള കുറച്ച് പണികൾ നോക്കണം. അപ്പോൾ നേരമോൾ വന്നപാട് ഫുഡ് കഴിച്ചിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ ഒക്കെ പുറത്തിരിക്കുന്നുണ്ട് അവിടെ പണി നടക്കണം നോക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് മീൻകറി അതുപോലെ കയ്പക്ക തോരനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലോട്ടുള്ള ഉള്ളിയും ചെറുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ ചെറുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ അതിലോട്ട് ചെറുള്ളി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. അപ്പോൾ മീൻകറിയൊക്കെ അവിടെ റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ കുറച്ച് സാധനങ്ങൾ പണിക്കുള്ള സാധനങ്ങൾ കൊടുന്ന് യൂണിയൻ കറി ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സിമെൻറ്റും അതുപോലെ മണൽ പിന്നെ കുറച്ച് വെട്ടുകല്ലും അതുപോലെ മെറ്റലൊക്കെ ഇറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിയൻ കറി അവിടെ ഇറക്കുന്നുണ്ട്. ഇക്ക ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തൊരു ആവശ്യത്തിന്. ആ സമയത്താണ് അവർ കൊടുന്ന് ഇറക്കിയത്. അപ്പോൾ ആ സമയത്ത് അവർക്കുള്ള ക്യാഷ് കൊടുക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് വന്നതാണ്. അപ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചെടുത്ത ചട്ടിയിലോട്ട് തന്നെ കുറച്ച് കടുകും അതുപോലെ കുറച്ച് കറിവേപ്പിലും വെല്ലുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, കയ്പൊക്കെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് പച്ചമുളകും കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് കയ്പൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ വെല്ലുള്ളിയും പച്ചമുളകും കടുകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ കറിയിലോട്ട് മത്തി നന്നാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെല്ലുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കയ്പൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറിയിലോട്ട് ഞാൻ തിളച്ച ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ കയ്പയ്ക്ക് ഇവിടെ ഇതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങൾ കഴുകിയിട്ട് ഇക്ക് വന്ന ശേഷം ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പോഴേക്കും പണിക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനും. അങ്ങനെ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിക്കലതിന് ശേഷം ഞാൻ കുറച്ച് നേരം പോയി കിടന്ന് മോളുടെ കൂടെ മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഇക്ക എന്നിട്ട് പണിക്കാരോടെ പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് മോനെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ 2:45 ശേഷം. അപ്പോൾ മോനെ വിളിച്ചിട്ട് വരുമ്പോൾ പണിക്കാർക്ക് കുറച്ച് എണ്ണക്കടിയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏട്ടന്മാർക്കുള്ള ചായയാണ് ഞാൻ ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് ചായ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ. എന്നിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള എണ്ണക്കടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് അവർക്ക് ചായ പുറത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞങ്ങളൊക്കെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഒരു വൈകുന്നേരം 5:30 ആയപ്പോൾ ഒരു പണി മാറ്റി പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.